സിമ്പിളായിട്ട് ഒരു വീഡിയോ എങ്ങനെ എഡിറ്റ് ചെയ്യാം എന്നുള്ള കാര്യം ഈ വീഡിയോയിലൂടെ ഞാൻ പറയാം. ഞാൻ ഉപയോഗിക്കുന്നത് ഇൻഷോട്ടാണ്. ഹലോ, ഇന്നത്തെ ഒരു റിക്വസ്റ്റഡ് വീഡിയോ ആണ്. കാരണം സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ട്യൂട്ടോറിയൽ വീഡിയോ ആണ്. കുറേ അധികം ആളുകൾ പേഴ്സണലായിട്ട് മെസ്സേജ് അയച്ചിട്ടാണെങ്കിലും കമൻസിലൂടെ ആണെങ്കിലും ഒക്കെ ചോദിച്ചായിരുന്നു ഞാൻ ഏത് ആപ്ലിക്കേഷൻ ഉപയോഗിച്ചിട്ടാണ് വീഡിയോസൊക്കെ എഡിറ്റ് ചെയ്യുന്നതെന്ന്. ഞാൻ ഉപയോഗിക്കുന്നത് ഇൻഷോട്ടാണ്. എനിക്ക് കംഫർട്ടബിൾ ഇൻഷോട്ട് യൂസ് ചെയ്യാനാണ്. അപ്പോൾ ബിഗിനർ ഫ്രണ്ട്ലി ആണ്. എനിക്കാണെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന എഡിറ്റിങ്ങും കാര്യങ്ങളും ഒന്നും അറിയത്തില്ല. സിമ്പിളായിട്ട് ഒരു വീഡിയോ എങ്ങനെ എഡിറ്റ് ചെയ്യാം എന്നുള്ള കാര്യം ഈ വീഡിയോയിലൂടെ ഞാൻ പറയാം. അപ്പോൾ വീഡിയോയിലോട്ട് പോയാലോ? അതിനായിട്ട് ആദ്യം വേണ്ടത് ഇൻഷോട്ടാണ്. ഇൻഷോട്ടിൻ്റെ ആപ്ലിക്കേഷൻ ഇല്ലാന്നുണ്ടെങ്കിൽ പ്ലേ സ്റ്റോറിൽ നിന്ന് എടുക്കാം. ഇൻഷോട്ടിൻ്റെ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്തിട്ട് വീഡിയോയിൽ കൊടുത്തിട്ട് ന്യൂ കൊടുക്കുക. എന്നിട്ട് നമുക്ക് ആവശ്യമായിട്ടുള്ള ഏതൊക്കെ വീഡിയോസാണോ ആഡ് ചെയ്യേണ്ടത് അതെല്ലാം കൂടെ സെലക്ട് ചെയ്യുക. എന്നിട്ട് ആ ടിക്ക് മാർക്ക് കൊടുക്കുമ്പോഴത്തേക്കിനും നമുക്ക് വീഡിയോ എഡിറ്റ് ചെയ്യാനുള്ള ഒരു ഇതിലോട്ട് വരും. എന്നിട്ടാണെന്നുണ്ടെങ്കിൽ ആ വാട്ടർമാർക്ക് കളയാൻ വേണ്ടിയിട്ട് അതിൽ ടാപ്പ് ചെയ്യുമ്പോഴത്തേനും ഫ്രീ റിമൂവ് കൊടുക്കുക. അപ്പോഴത്തേനും ചിലപ്പോൾ 1-2 ആഡ് കയറി വരും. ഇല്ലയെന്നുണ്ടെങ്കിൽ ഫ്രീ ആയിട്ട് തന്നെ പെട്ടെന്ന് തന്നെ നമുക്ക് വാട്ടർമാർക്ക് പോയി കിട്ടും. എന്നിട്ട് ഓരോ വീഡിയോ ആയിട്ട് സെലക്ട് ചെയ്ത് നമുക്ക് എടുക്കേണ്ട പോർഷൻസ് ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ട്രിം ചെയ്ത് കൊടുക്കുക. അതായത് ആ ഹാൻഡിൽ കണ്ടില്ലേ 2 വൈറ്റ് കളറിലെ, അതിലിങ്ങനെ 2 സൈഡിൽ നിന്ന് ഇങ്ങനെ ആക്കുമ്പോഴത്തേക്കും നമുക്കത് ട്രിം ചെയ്തെടുക്കാൻ പറ്റും. നമുക്ക് ആവശ്യമുള്ള പോർഷൻസ് മാത്രം. ഇനി നമ്മൾ എടുത്ത് വെച്ചേക്കുന്ന വീഡിയോ ഇച്ചിരി ലോങ് ആണെന്നുണ്ടെങ്കിൽ, നമുക്ക് ട്രിം ചെയ്യാൻ പ്രയാസമാണെന്നുണ്ടെങ്കിൽ അത് സെലക്ട് ചെയ്തിട്ട് നമുക്ക് സ്പ്ലിറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റും. ആ സ്പ്ലിറ്റിൽ കൊടുക്കുമ്പോഴത്തേന് ആ വലിയ വീഡിയോ നമുക്ക് 2ആയിട്ട് മാറ്റാൻ പറ്റും. പിന്നെ സെലക്ട് ചെയ്തിട്ട് സ്പ്ലിറ്റ് ചെയ്യുകയാണെങ്കിൽ അങ്ങനെ നമുക്ക് ചെറുതാക്കി എടുക്കാൻ പറ്റും. അതാകുമ്പോൾ എളുപ്പമായിരിക്കും. നമുക്ക് ഡിലീറ്റ് ചെയ്യാനാണെങ്കിലും അല്ലെങ്കിൽ ട്രിം ചെയ്യാനാണെങ്കിലും ആവശ്യമുള്ള പോർഷൻസ് കണ്ടുപിടിക്കാനാണെങ്കിലും ഒക്കെ അത് എളുപ്പമായിരിക്കും. എന്നിട്ട് അങ്ങനെയെല്ലാം ചെയ്ത് നമുക്ക് നമ്മളെടുത്ത് വെച്ചേക്കുന്ന അത്രയും വീഡിയോസും നമുക്ക് ആവശ്യമുള്ള പോർഷൻസ് എല്ലാം എന്ത് ചെയ്യുക, ട്രിം ചെയ്യുകയും സ്പ്ലിറ്റ് ചെയ്തിട്ട് ആവശ്യമില്ലാത്ത പോർഷൻസ് ഡിലീറ്റ് ചെയ്യുകയും അങ്ങനെയെല്ലാം ചെയ്തെടുക്കുക. വീഡിയോ എഡിറ്റ് ചെയ്യുന്നതിലെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഇതാണ്. വാട്ടർമാർക്ക് കളയുക, വീഡിയോ നമുക്ക് ആവശ്യമുള്ള രീതിയിലേക്ക് ട്രിം ചെയ്ത് സെറ്റ് ചെയ്തെടുക്കുക. പ്രയാസമാണെന്നൊക്കെ തോന്നും, പക്ഷേ ഭയങ്കര ഈസിയാണ് ഇത് ചെയ്യാൻ വേണ്ടിയിട്ട്. 1-2 ചെയ്ത് കഴിയുമ്പോഴത്തേനും നമ്മളതങ്ങ് പഠിക്കുകയും ചെയ്യും. അത് കഴിഞ്ഞിട്ട് പിന്നെ അടുത്ത് ചെയ്യേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനകത്തിൽ ഇങ്ങനെ സ്ക്രോൾ ചെയ്യുമ്പോൾ കാണാം വോളിയം എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ കാണും. അതിലിങ്ങനെ ടാപ്പ് ചെയ്യുമ്പോഴത്തേക്കിനും നമുക്ക് ആ 2 ടിക്ക് മാർക്ക് അതാണ് അപ്ലൈ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് ആ വീഡിയോയുടെ ഫുള്ള് എല്ലാ ക്ലിപ്പിൻ്റെയും ഓഡിയോ പോയി കിട്ടും. നമുക്ക് ഏതെങ്കിലും സ്പെസിഫിക് ആയിട്ടുള്ളതിൻ്റെ മാത്രം കളഞ്ഞാൽ മതി എന്നുണ്ടെങ്കിൽ ആ വീഡിയോ സെലക്ട് ചെയ്തിട്ട് ആ ഒറ്റ ടിക്കിൽ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ക്ലിപ്പിൻ്റെ മാത്രം ഓഡിയോ പോയി കിട്ടും. അത് കഴിഞ്ഞിട്ട് പിന്നെ ബാക്ക്ഗ്രൗണ്ട് കൊടുക്കുക, ബ്ലാക്ക് കൊടുത്തിട്ട് ഇങ്ങനെ ആ സ്ക്രീനിൽ ഇങ്ങനെ ആക്കുമ്പോഴത്തേക്കിനും നമുക്കതൊന്ന് സെറ്റ് ചെയ്തെടുക്കാൻ പറ്റും. അത് കഴിഞ്ഞിട്ട് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വീഡിയോ സ്റ്റെബിലൈസ് ചെയ്യുകയാണ്. സ്റ്റെബിലൈസർ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. അതിലെ മോസ്റ്റ് സ്റ്റേബിൾ കൊടുക്കുക. ഓരോ വീഡിയോയും സെലക്ട് ചെയ്ത് നമ്മളത് മോസ്റ്റ് സ്റ്റേബിൾ എന്നുള്ളത് ഓപ്ഷനിൽ കൊടുക്കണം. അപ്പോൾ എന്താണ് ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വീഡിയോയിലേക്ക് എന്തെങ്കിലും ഷെയ്ക്കൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു പരിധി വരെ അത് മാറിക്കിട്ടും. കുറച്ചും കൂടെ വീഡിയോ ഒന്ന് സ്റ്റേബിളായിട്ട് നിൽക്കും. പിന്നെ ഉള്ള കാര്യം എന്ന് പറഞ്ഞാൽ ടെക്സ്റ്റ് ആഡ് ചെയ്യുന്നതാണ്. നമുക്ക് എന്താണ് ടെക്സ്റ്റ് ആഡ് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് എൻ്റർ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ആ വൈറ്റ് കളറിലെ ഇതിൽ പ്രസ് ചെയ്ത് ഇങ്ങനെ ഡ്രാഗ് ചെയ്യുക, അങ്ങോട്ടും ഇങ്ങോട്ടും നീക്കുകയൊക്കെ ചെയ്യാമെന്നുണ്ടെങ്കിൽ നമുക്ക് വലുതാക്കുകയും ചെറുതാക്കുകയൊക്കെ ചെയ്യാൻ പറ്റും നമ്മുടെ ടെക്സ്റ്റ്. അത് കഴിഞ്ഞിട്ട് നമുക്ക് കളർ കൊടുക്കാൻ വേണ്ടിയിട്ട് അതിന് കളർ എന്നുള്ള ഓപ്ഷനിൽ പോയിട്ട് നമുക്ക് കളർ ചേഞ്ച് ചെയ്ത് കൊടുക്കാം. പിന്നെ എന്നുണ്ടെങ്കിൽ എന്നുള്ളതിൽ കൊടുക്കുമ്പോഴത്തേക്ക് നമുക്ക് ടെക്സ്റ്റുകൾ പല രീതിയിലാക്കി കൊടുക്കാൻ പറ്റും ഫോണ്ട്. അത് കഴിഞ്ഞ് ചെയ്യുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ ആ 3 ലൈൻസിൽ ടാപ്പ് ചെയ്ത് കൊടുക്കുമ്പോഴത്തേക്കിനും നമുക്ക് നമ്മുടെ ടെക്സ്റ്റ് ബോൾഡ് ചെയ്യാനും ഇറ്റാലിക്സ് ആക്കാനും അണ്ടർലൈൻ കൊടുക്കാനും ഒക്കെ പറ്റും. പിന്നെ ആ ABC എന്ന് പറഞ്ഞ് കൊടുത്തേക്കുന്നതിൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ടെക്സ്റ്റ് ബ്ലെൻഡ് ചെയ്യാൻ പറ്റും. അതായത് നമുക്ക് ടെക്സ്റ്റ് ഒന്ന് വളച്ചു കൊടുക്കാനും തിരിച്ചു കൊടുക്കാനും ഒക്കെ പറ്റും. അതിങ്ങനെ മുന്നിലേക്കും ബാക്കിലേക്കും ഒക്കെ ഇങ്ങനെ ആക്കുമ്പോഴത്തേക്കിനും. എന്നിട്ട് ഇത്രയേ ഉള്ളൂ ഇതിനകത്ത് ടെക്സ്റ്റിനകത്ത് ചെയ്യുന്നത്. എന്നിട്ട് ആ ടിക്ക് മാർക്ക് കൊടുക്കുമ്പോഴത്തേക്കും നമ്മുടെ ടെക്സ്റ്റിൻ്റെ കാര്യത്തിൽ എല്ലാം കഴിയും. എന്നിട്ടാണെങ്കിൽ പിന്നെ ചെയ്യേണ്ട എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ ടെക്സ്റ്റ് നമ്മുടെ വീഡിയോയിൽ ഫുള്ള് കാണണമെന്നുണ്ടെങ്കിൽ ആ ഹാൻഡിൽ ഇങ്ങോട്ട് നീക്കി കൊടുക്കണം. അങ്ങനെ നീക്കി കൊടുക്കുമ്പോഴത്തേക്കിനും നമ്മുടെ ആ വീഡിയോയിൽ ഫുള്ളായിട്ട് നമുക്ക് കിട്ടും. ഇല്ലെങ്കിൽ നമ്മുടെ തുടക്കത്തിൽ മാത്രം കാണിച്ചാൽ മതി എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇത്ര സെക്കൻഡ്സ് മാത്രം കാണിച്ചാൽ മതി എങ്കിൽ അതും നമ്മൾ വീഡിയോ ട്രിം ചെയ്യുന്നതൊക്കെ ആ ടെക്സ്റ്റ് നമുക്ക് ട്രിം ചെയ്യാൻ പറ്റും. ഇനി വീഡിയോയ്ക്കകത്ത് നമുക്ക് ആ ടെക്സ്റ്റിൻ്റെ പൊസിഷൻ മാറ്റി കൊടുക്കണമെന്നുണ്ടെങ്കിൽ ആ ടെക്സ്റ്റിൽ ടാപ്പ് ചെയ്തിട്ട് മുകളിലേക്കും താഴോട്ടും എങ്ങോട്ടെങ്കിലും നമുക്ക് ഇഷ്ടമുള്ളിടത്തേക്ക് മാറ്റി കൊടുക്കാനും കൂടെ ഈസി ആയിട്ട് പറ്റുന്നതായിരിക്കും. അപ്പോൾ ഇത്രയേ ഉള്ളൂ സംഭവം. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വീഡിയോയുടെ എഡിറ്റിങ്ങും കാര്യങ്ങളൊക്കെ ഏകദേശം ഇത്രയൊക്കെ ഉള്ളൂ. പിന്നെ നമുക്ക് എഫക്ട്സ് കൊടുക്കാനും ഫിൽറ്റർ കൊടുക്കാനും ഒക്കെ പറ്റും. അത് നമുക്ക് ആവശ്യാനുസരണം ഏതാണെന്ന് വെച്ചാൽ നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ കൊടുക്കാം. എൻ്റെ ഈ വീഡിയോയ്ക്കകത്ത് എനിക്ക് പ്രത്യേകിച്ച് എഫക്ട്സുകളൊന്നും കൊടുക്കേണ്ടാത്തത് കൊണ്ട് ഞാനൊന്നും കൊടുത്തില്ല. ഒന്നും കൊടുക്കേണ്ടതെന്നുണ്ടെങ്കിൽ ആ ഒറിജിനലിൽ തന്നെ കൊടുക്കുമ്പോഴത്തേനും നമുക്ക് ഒറിജിനൽ വീഡിയോ ആയിട്ട് തന്നെ കിട്ടും. എന്നിട്ട് പിന്നെ ആണെങ്കിൽ ഫിൽറ്റർ കൊടുക്കുന്നത് അതുപോലെ തന്നെ നമുക്കിങ്ങനെ പല കളറുകൾ ഷെയ്ഡുകളൊക്കെ മാറ്റി കൊടുക്കാൻ പറ്റും. അപ്പോൾ ഞാൻ അതിനകത്തിലാണെങ്കിൽ ആ ലാറ്റെ എന്ന് പറഞ്ഞിട്ടുള്ളത് കൊടുത്തു. എനിക്കത് നല്ല രസമായിട്ട് തോന്നി. നമുക്ക് ആ വീഡിയോയിൽ ഫുള്ള് കാണണമെന്നുണ്ടെങ്കിൽ ആ ഡബിൾ ടിക്കിൽ ടാപ്പ് ചെയ്യണം. ഒരു ക്ലിപ്പിൽ മാത്രം അത് അങ്ങനെ ഫിൽറ്റർ വന്നാൽ മതി എന്നുണ്ടെങ്കിൽ ആ സിംഗിൾ ടിക്കിൽ
ടാപ്പ് ചെയ്ത് കൊടുത്താൽ മതി. ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് ഓപ്ഷൻസ് കാണും. പിന്നെ എല്ലാം ഒന്നും നമുക്ക് എല്ലാ വീഡിയോയിലും ഒന്നും ഉപയോഗിക്കേണ്ടി വരില്ല, ചിലത് മാത്രമേ ഉപയോഗിക്കേണ്ടി വരത്തുള്ളൂ. അപ്പോൾ നമുക്ക് ആവശ്യമുള്ളത് മാത്രം ഉപയോഗിക്കുക. പിന്നെ ചെയ്യാൻ പറ്റുന്നത് എന്താണെന്ന് പറഞ്ഞാൽ സ്പീഡ് കൂട്ടുന്ന കാര്യമാണ്. സ്പീഡ് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം. ഇത് ആ ഒന്നിൻ്റെ അവിടെ നിന്ന് ബാക്കിലോട്ട് കൊടുക്കുകയാണെങ്കിൽ സ്ലോയിലാവും വീഡിയോ. അവിടെ നിന്ന് ഫ്രണ്ടിലേക്കാണ് കൊടുക്കുന്നതെന്നുണ്ടെങ്കിൽ സ്പീഡ് കൂട്ടി കൊടുക്കാൻ പറ്റും. എൻ്റെ ഒരു വീഡിയോ നമുക്ക് ഇതാക്കണമെന്നുണ്ടെങ്കിൽ ഡബിൾ ടിക്കിൽ കൊടുക്കുക. ഓരോ ക്ലിപ്പ് വീതം നമുക്ക് സ്പീഡ് പല പല ഇതിലാണ് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ ആ ഓരോന്നും സെലക്ട് ചെയ്ത് നമുക്ക് ആവശ്യാനുസരണം ചെയ്തിട്ട് ടിക്ക് മാർക്കിൽ കൊടുക്കുക. അത്രേ ഉള്ളൂ സംഭവം. അത് കഴിഞ്ഞ് ഇങ്ങോട്ട് സ്ക്രോൾ ചെയ്യുമ്പോഴത്തേന് ഓഡിയോ എന്നുള്ളൊരു ഓപ്ഷൻ കാണാൻ പറ്റും. പിന്നെ ചെയ്യുന്നതാണ് വോയിസ് ഓവർ. വോയിസ് ഓവർ ഞാൻ കൊടുക്കുന്നത് ഈ ഇൻഷോട്ടിലൂടെ തന്നെയാണ്, ഇവിടെ തന്നെ നിന്നാണ്. ആ റെക്കോർഡ് എന്നുള്ളതിൽ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വോയിസ് ഓവർ കൊടുക്കാം. ഏതെങ്കിലുമൊക്കെ പോർഷൻ വരുമ്പോൾ നമുക്ക് തെറ്റുവാണെന്നുണ്ടെങ്കിൽ നമുക്കത് അവിടെയും ആ വോയിസ് ഓവറിൻ്റെ ആ കൊടുത്ത ക്ലിപ്പിൻ്റെ അവിടെ ടാപ്പ് ചെയ്യുമ്പോഴത്തേനും നമുക്കതും കട്ട് ചെയ്യാനും ട്രിം ചെയ്യാനും ഒക്കെ ഉള്ള ഓപ്ഷൻസ് വരും. പിന്നെ എന്നുണ്ടെങ്കിൽ മ്യൂസിക് എന്നുള്ളിടത്താണ് കൊടുക്കുന്നുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ സേവ് ചെയ്തിരിക്കുന്ന ഏതെങ്കിലും മ്യൂസിക് ആഡ് ചെയ്യാനും പറ്റും. അങ്ങനെയൊക്കെയാണ് വീഡിയോ എഡിറ്റ് ചെയ്യുന്നത്. ഇത്രയും കഴിഞ്ഞ് കഴിഞ്ഞാൽ കഴിഞ്ഞു, എല്ലാം കഴിഞ്ഞു. ഇനി നമുക്കത് എക്സ്പോർട്ട് ചെയ്യുന്ന പരിപാടിയാണ്. അതിനുവേണ്ടി ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എക്സ്പോർട്ടിൻ്റെ അവിടെ കൊടുക്കുക. എന്നിട്ട് അന്നേരത്തേനും ചിലപ്പം കുറച്ച് താമസമൊക്കെ വരും. പിന്നെ ഈ കൺവേർട്ടിങ് വീഡിയോ അത് കംപ്ലീറ്റ് ആവാതെ ബാക്ക് അടിക്കരുത്. കംപ്ലീറ്റ് ആയി കഴിയുമ്പോഴത്തേനും ആ ഹോമിൻ്റെ അവിടെ ടാപ്പ് ചെയ്യുമ്പോഴത്തേക്കും നമ്മുടെ വീഡിയോ സേവ് ആയിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. എക്സ്പ്ലെയിൻ ചെയ്ത കാര്യങ്ങളൊക്കെ എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻസിലൂടെ പറഞ്ഞാൽ മതി. അത് ക്ലിയർ ചെയ്തുകൊണ്ടുള്ള അടുത്തൊരു പാർട്ട് വേണമെങ്കിൽ ഞാൻ ഇടാം. എനിക്കറിയാവുന്ന കാര്യങ്ങളും പിന്നെ ഞാൻ എൻ്റെ വീഡിയോസിൽ എങ്ങനെയാണോ ചെയ്യുന്നത് അതൊക്കെയാണ് ഞാൻ ഈ ഒരു വീഡിയോയിലൂടെ ഷെയർ ചെയ്തത്. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഹെൽപ്ഫുള്ളായി കാണും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്ന് അത്രയൊക്കെ ഉള്ളൂ. ടാറ്റാ, ബൈ ബൈ, സീ യു.